Good morning, all. Okay, very good morning. Good morning, ma'am. Okay. Last ക്ലാസ്സിൽ നമ്മൾ സെലക്ഷൻ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞാണ് നിർത്തിയത് അല്ലെ? ഓക്കെ, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ PDF ഷെയർ ചെയ്യാം. പേജ് നമ്പർ 36 ആണ് പേജ് നമ്പർ. കേട്ടോ. ഷെയർ ആയോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെത്തേഡ് ഓഫ് സെലക്ഷൻ പ്രോസസ് തന്നെയാണ് എന്ത് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി എംപ്ലോയർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ വർക്ക്, അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ എങ്ങനെയാണ്, ഇൻട്രസ്റ്റുകൾ, ജനറൽ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയതായിരുന്നു എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് അല്ലെ? നമ്മൾ എംപ്ലോയർ ആയിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരുന്നതിലൂടെയാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസിൽ there are various types of interview which are used for obtaining various kinds of information. നമ്മൾ അവിടെ വേരിയസ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസും കാര്യങ്ങളും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിന്റെ സ്കില്ല്, നോളജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. വെറൈറ്റി ഓഫ് വേസ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ categorized into following types. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Preliminary interview, core interview, and the last one is decision making interview. നമ്മൾ ഓൾറെഡി പ്രിലിമിനറി ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ അത്? ഫസ്റ്റ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നോക്കിയത് പ്രിലിമിനറി ഇന്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് നമ്മളൊരു കാൻഡിഡേറ്റ്സ് നമ്മൾ ആ ഒരു ജോബിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയണ പേഴ്സണൽ മാനേജറിനോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് എന്ത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നോക്കാം കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂ ഈസ് എ conversation between the candidates and the personal manager regarding the basic aspect of the job, such as job characteristics, working condition, salary, and other benefits, etc. First conversation, പേഴ്സണൽ മാനേജറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള ആദ്യത്തെ കോൺവെർസേഷൻ ആണ് ജോബ് എന്താണ്, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വർക്കിംഗ് കണ്ടീഷൻ എന്താണ്, ആ ഒരു ജോബിന് എത്രയായിരുന്നു സാലറി വരുന്നത്, മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, DNS എലമെന്റ്സോ അല്ലെങ്കിൽ അതർ ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമ്മളൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനെയാണ് ഈ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദിസ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ in eliminating inadequate people. First of all, ഈ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ ഇൻആഡ്വക്കേറ്റ് ആയിട്ടുള്ള പീപ്പിൾസിനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള പർപ്പസോട് കൂടിയാണ്. ആൻഡ് ഹെൽപ് ദ കാൻഡിഡേറ്റ്സ് ടു ഡിസൈഡ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. അപ്പൊ കാൻഡിഡേറ്റ്സിനും ഒരു അവസരമാണ് ഈ ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ പിന്നീടുള്ള ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മതി. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നമുക്ക് ഈ ഒരു ജോബിനെ കുറിച്ചിട്ട് അതിന്റെ ജോബിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും വർക്കിംഗ് കണ്ടീഷനൊക്കെ മനസ്സിലാക്കി സാലറി നോക്കുക അല്ലെ. നമ്മള് ഒരു ജോബ് സെലക്ട് ചെയ്യുമ്പോൾ സാലറിയും കാര്യങ്ങളൊക്കെ കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്,
ആ ഒരു ജോബ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഫോളോയിങ് ടൈപ്സ്. രണ്ട് ടൈപ്സ് ആയിട്ടാണ് പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻഫോർമൽ ഇന്റർവ്യൂ അല്ലേ? പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ്. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് എന്ത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. നമുക്ക് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കില്ല. ശരി, സെലക്ഷൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കില്ല എന്ത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഇന്റർവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇൻഫോർമൽ ഇന്റർവ്യൂ ക്യാൻ ബി കണ്ടക്റ്റഡ് അറ്റ് എനി പ്ലേസ്. എവിടെ വേണമെങ്കിലും നമുക്കൊരു ഇൻഫോർമൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് HR personnel to obtain ഫണ്ടമെന്റൽ ആൻഡ് നോൺ ജോബ് റിലേറ്റഡ് ഇൻഫർമേഷൻ. അപ്പം HR പേഴ്സണൽസ് ആയിട്ട് നമ്മൾ കോണ്ടാക്ടിൽ വരുന്നു, അവരോട് ചോദിക്കുകയാണ് എന്താണ് ജോബിന്റെ വേക്കൻസി എന്ന് അറിഞ്ഞു, ആ ജോബിന്റെ നേച്ചർ എന്തൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, സാലറി, മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് എന്ത് ഇൻഫോർമൽ ഇന്റർവ്യൂ. അപ്പൊ HR പേഴ്സൺ എന്ത് ചോദിക്കും, ഈ ജോബ് ചെയ്യാനായിട്ട് ഇന്ന ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, സാറിന് അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അപ്പൊ എന്തെങ്കിൽ ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം, സെലക്ഷൻ പ്രോസസ്സിൽ മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ ആ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ പ്രൊവൈഡ് ഫ്രീഡം ടു ദ കാൻഡിഡേറ്റ്സ്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂല് ഫ്രീഡം ആർക്ക് കൊടുക്കുന്നുണ്ട്, കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ ഡിസ്ക്ലോസ് അബൌട്ട് ദർ നോളജ്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട്, ആ ഫീൽഡിനെ കുറിച്ചിട്ട് എന്തോരം നോളജ് ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നു. their ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയാൻ പറ്റും, എക്സ്പെക്ടേഷൻ, അവർ സാലറി എക്സ്പെക്ടേഷൻസ് പറയും, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, likewise the interviewer is also allowed to share information on the various topic encored by the candidates. അപ്പൊ നമ്മൾ കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യും, ഇന്റർവ്യൂറിനോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമുക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും, ഈ ജോബ് എത്ര മണിക്കൂറായിരിക്കും, വർക്കിംഗ് അവേഴ്സ് എത്രയായിരിക്കും, അതേപോലെ സാലറി കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. ആദ്യം അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ കാൻഡിഡേറ്റ്സിന് എന്തെല്ലാം നോളജ് ഉണ്ടാവും ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്നായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന സാലറി, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, പറഞ്ഞതിന് ശേഷം ഇന്റർവ്യൂറിനോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഈ ജോബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണ്, ഇൻഫോർമൽ ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഒന്ന് വായിച്ചു നോക്കിയേ. സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ? വരുന്നുണ്ടോ? സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, റീഡ് ചെയ്തോ എല്ലാവരും? നെക്സ്റ്റ് ഇന്റർവ്യൂ ആണ് കോർ ഇന്റർവ്യൂ എന്നാണ് നെക്സ്റ്റ് ഇന്റർവ്യൂവിന് നമ്മൾ പറയുന്ന പേര്. Core interview are generally a communication between the candidates and the line manager or expert on the different area.
അപ്പോൾ കോർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സും ലൈൻ മാനേജർ ആയിരിക്കും. ലൈൻ മാനേജർ എന്ന് ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ്, സെയിൽസ് മാനേജർ ആയിരിക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പർച്ചേസ് മാനേജർ ആയിരിക്കും. അക്കൗണ്ട്സ് ആണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ ആയിരിക്കും. അപ്പൊ ആ ഒരു എക്സ്പേർട്ട് ഏരിയയിൽ നിന്നുള്ള പേഴ്സൺ ആയിട്ടായിരിക്കും കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹം നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ജോബ് നോളജ്, സ്കിൽ, ടാലന്റ്. ആ ഒരു വ്യക്തിക്ക് ഒരു ജോബ് ചെയ്യാനായിട്ട് ആ നോളജ് ഉണ്ടോ, സ്കിൽസ് ഉണ്ടോ, ടാലന്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കും, എക്സെട്ര. കോർ ഇന്റർവ്യൂ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഫോളോയിങ് ടൈപ്സ്. കോർ ഇന്റർവ്യൂ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ, ട്രസ്റ്റ് ഇന്റർവ്യൂ, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഇന്റർവ്യൂ, അങ്ങനെ ഡെപ്ത് ഇന്റർവ്യൂ. അങ്ങനെ 7 ടൈപ്സിലാണ് എന്ത് വരുന്നത്? കോർ ഇന്റർവ്യൂ വരുന്നത്. ഒന്നുകൂടി പറയാം. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ, ട്രസ്റ്റ് ഇന്റർവ്യൂ, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഇന്റർവ്യൂ, ഡെപ്ത് ഇന്റർവ്യൂ, ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. അപ്പൊ ഇത്രയും ജോബ് ഇന്റർവ്യൂ, ഇത്രയും ഇന്റർവ്യൂസ് ആണ് കോമൺലി വരുന്നത്. അപ്പൊ ആദ്യത്തത് നമുക്ക് നോക്കാം എന്താണ് കോർ ഇന്റർവ്യൂ എന്ന്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ ആണ്. The background information interview, the purpose of this interview is to collect the information which cannot be obtained through the application form. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വഴി കളക്ട് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാനായിട്ട് പറ്റും. It is also used to variety of information which is collected through mistake. It is also used to verify the information which is collected through the application form. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. നമ്മൾ ചോദിക്കും കോളേജ് ഏതാണ്, ഏത് ഇയർ ആണ് പാസ് ഔട്ട് ആയത്. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. കാരണം നമുക്ക് അവർ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്ത ഡാറ്റയും അവർ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു വെരിഫൈ ദ ഇൻഫർമേഷൻ വിച്ച് ഇസ് കളക്റ്റഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഫോം സച്ച് ആസ് educational background, domicile, family, health, interest, hobby, likes, dislike, extracurricular activities, etc. of the applicant. അപ്പൊ ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് അദ്ദേഹം ആപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ. ഇനി രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് ട്രസ്റ്റ് ഇന്റർവ്യൂ. അല്ലെ, പ്രഷർ അല്ലെങ്കിൽ ട്രസ്റ്റ് കൊടുക്കും കാൻഡിഡേറ്റ്സിനോട്. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ ട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും, പ്രഷർ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹം എങ്ങനെയാണ് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ട്രസ്റ്റ് ഇന്റർവ്യൂ ഈസ് ഫോർമുലേറ്റഡ് ടു ഇവാലുവേറ്റ് the candidate's behavior on the job. നമ്മൾ സാധാരണയായിട്ട് ട്രസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഈ കാൻഡിഡേറ്റ്സ് ജോബിലെ ബിഹേവിയർ അനുസരിച്ച് പെരുമാറുന്നുണ്ടോ അല്ലെങ്കിൽ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദ സർവൈവൽ ലെവൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഷർ ഓഫ് ട്രസ്റ്റ്. അപ്പം അദ്ദേഹത്തിന് പ്രഷർ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ സമയത്ത് എങ്ങനെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, HR മാനേജർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ HR മാനേജറിന്റെ ജോബ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ജോബാണ്. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സൺസിനെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ഡിഫറെന്റ് ക്യാരക്ടർ ഉള്ള വ്യക്തികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സ്ട്രെസ്സും പ്രഷറും ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ട്രസ്റ്റ് ഇന്റർവ്യൂ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോ കസ്റ്റമേഴ്സ്, ഇപ്പൊ സെയിൽസ് പേഴ്സൺസിനെ ഒക്കെ സെലക്ട് ചെയ്യാനാണെങ്കിൽ സെയിൽസ് മാനേജറോ സെയിൽസ് പേഴ്സണെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനോട് വളരെ മോശമായിട്ട് പെരുമാറും, റൂഡായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിനോട് അങ്ങനെ പെരുമാറുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. അധികം മാന്യമായിട്ടും കാമായിട്ടും റൂഡായിട്ടും നല്ല പേഷ്യൻസോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യും. അല്ല അദ്ദേഹവും പെട്ടെന്ന് ഷൗട്ട് ചെയ്യാണ്, നിങ്ങളുടെ ജോബ് എനിക്ക് വേണ്ട, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് പോവാണെങ്കിൽ നമ്മളുടെ ജോബിന് ഒട്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല അദ്ദേഹം. ഓക്കെ, എങ്ങനെയാണ് അദ്ദേഹം പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് എന്ത് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നോക്കാം. In this kind of interview, the candidate is put to aggressive, apathetic or threatening situation. നമ്മൾ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിസ്സഹായത അല്ലെങ്കിൽ threatening, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയും. Whose objective is to demonstrate the candidates and evaluate its ability to manage the difficult situation. ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അദ്ദേഹം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ. ബാക്ക്ഗ്രൗണ്ട് ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂ. എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. നമുക്കൊക്കെ സാധാരണ കണ്ടക്ട് ചെയ്യാറുള്ള ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഫോർമൽ സ്ട്രക്ചർ ഇന്റർവ്യൂ കുറച്ച് സ്ട്രിക്ട്ലി നമ്മൾ ഫോർമാലിറ്റീസും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ഇത് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. സാധാരണ നോർമലി എല്ലാ ഓർഗനൈസേഷനും കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇത് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. The formal and structured interview strictly follow all the formalities. ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ ഫോർമാലിറ്റീസും സ്ട്രിക്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ആൻഡ് പ്രൊസീജിയർ റിലേറ്റിംഗ് ടു കണ്ടക്ടിങ് ഓഫ് ഇന്റർവ്യൂ, നമ്മൾ ഇന്റർവ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യും. സച്ച് ആസ് ഡിറ്റർമിനേഷൻ വാല്യൂസ്, ടൈം, എപ്പോഴാണ് കണ്ടക്ട് ചെയ്ത് കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ എത്തണം. പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ്, എത്ര പേര് വേണം ഇന്റർവ്യൂ ചെയ്യാനായിട്ട്, ആ പാനലിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടാവും. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, എപ്പോൾ മുതൽ എപ്പോൾ വരെ ആയിരിക്കും ആ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻഫോമിംഗ് ദ കാൻഡിഡേറ്റ്സ് ഒഫീഷ്യലി, എങ്ങനെയാണ് കാൻഡിഡേറ്റ്സിനെ ഒഫീഷ്യലി ഇൻഫോം ചെയ്യുന്നത്. ദേ ആർ പ്രീ പ്ലാൻഡ് ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ജോബ് റിക്വയർമെന്റ്. സാധാരണയായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് മെത്തേഡിലൂടെയാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒഫീഷ്യൽ ആയിട്ടുള്ള നേച്ചറിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. കുറച്ച് സ്ട്രിക്ട്ലി ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ഇന്റർവ്യൂ ആണ് ഏത് ഫോർമൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അവർ ടൈം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, കാൻഡിഡേറ്റ്സിനെ അതിങ്ങനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ് ഇതെല്ലാം ഓൾറെഡി പ്രീ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരിക്കും. ആ സമയത്ത് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവിനെയാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് ഒരു ജോബിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ഏതാണ്? ഈ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. നെക്സ്റ്റ് ആണ് ഫോർത്ത് വൺ ഈസ് പാനൽ ഇന്റർവ്യൂ. പാനൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. പാനൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ്. സ്പെഷ്യലിസ്റ്റ് ടു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യും. എന്നിട്ട് അവരുടെ പെർഫോമൻസ് നമ്മൾ സെപ്പറേറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യും. മാർക്സ് കാര്യങ്ങൾ കൊടുക്കും. എന്നിട്ട് മാർക്കൊക്കെ കൊടുത്തതിന് ശേഷം അതിൽ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുള്ള വ്യക്തി ഉണ്ടാവില്ലേ, അദ്ദേഹത്തിന് നമ്മൾ സെലക്ട് ചെയ്യും. പാനൽ ഓഫ് ഇന്റർവ്യൂ ആണ്. പാനൽ ഓഫ് ഇന്റർവ്യൂ ഇൻക്ലൂഡ്
a panel of specialists to interview each and every candidates. അപ്പോൾ ഒരു പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റുകളായിരിക്കും ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ കാൻഡിഡേറ്റ്സിനും ഇവരെന്ത് ചെയ്യും, ഇന്റർവ്യൂ ചെയ്യും. ഇവാലുവേറ്റ് ദർ പെർഫോമൻസ് സെപ്പറേറ്റ്ലി. ഓരോ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് നമ്മൾ സെപ്പറേറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ടു ഫോം എ കമ്പൈൻഡ് ഡിസിഷൻ. എന്നിട്ടായിരിക്കും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇവാലുവേഷൻ ബൈ എവറി സ്പെഷ്യലിസ്റ്റ് and by way of giving weightage to each factors. അപ്പോൾ ഓരോ സ്പെഷ്യലിസ്റ്റുകളും അവർ എത്രയാണ് ഓരോ കാൻഡിഡേറ്റ്സിന് വെയിറ്റേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്, ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ, പാനൽ ഓഫ് സ്പെഷ്യലൈസ്ഡ് ടു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും പാനൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അവര് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഓരോ കാൻഡിഡേറ്റ്സിന്റെയും പെർഫോമൻസ് സെപ്പറേറ്റ്ലി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഇന്റർവ്യൂ കോമണിൽ കാണുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ കേട്ടോ. Group interview is a special situation for interviewing a candidates where several candidates are called for an interview at the same time. സെയിം ടൈമിൽ നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കോൾ ചെയ്യും, എന്നിട്ട് ഗ്രൂപ്പ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഫഹദ് ഫാസില് ഒരു എന്താ പറയാ, ഫഹദ് ഫാസിലും നവ്യ നായരും അതേപോലെ തന്നെ ആരാണ് ശിവകാർത്തികേയനും കൂടി അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് തമിഴില് റിലീസ് ചെയ്തൊരു ഫിലിമാണ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പേര് എനിക്ക് കിട്ടുന്നില്ല, അതാണ്. ആരും കണ്ടിട്ടില്ല? മലയാളത്തിൽ റീമേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ഒരു സിനിമയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അതില് എല്ലാവരും ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. ശിവകാർത്തികനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുറെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മറ്റ് ആക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ഒരു ഹാളില് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഗ്രൂപ്പ് ചെയ്തിട്ട് അവര് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരാള് പേന കൊണ്ടുവന്നിട്ടില്ല, അപ്പൊ പേന ആരെടുത്ത് ചോദിക്കുന്നു, ഫഹദ് ഫാസിലിന്റെ അടുത്ത് ചോദിക്കുന്നു. മറ്റൊരാള് എല്ലാവരും പല പല സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. മറ്റൊരാൾ എന്ത് പറയുന്നു, ഫോൺ വിളിച്ചിട്ട് അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു. മറ്റൊരാൾ ഭയങ്കര ടെൻഷൻ, ഇത് കഴിഞ്ഞിട്ട് വേണം എവിടെ പോകാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ്ലി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരു ഇൻക്ലൂഡിങ് വൺ ആണ് ആര്, ശിവകാർത്തികേയൻ. അപ്പൊ ഫഹദ് ഫാസിലിന് ഭയങ്കര പേടി, ആ ഒരു ഇന്റർവ്യൂ ആണ് ഇതിൽ ഇപ്പൊ എന്ത് ചെയ്യും. അപ്പോ ശിവകാർത്തികേയൻ പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക, നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞ് നല്ല പോസിറ്റീവായിട്ട് എനർജിയും കാര്യങ്ങളൊക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് എന്താണ് അവിടുത്തെ സ്റ്റാഫ് വന്ന് പറയാണ് ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയി എന്ന് പറയണം. അപ്പൊ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി. കാരണം എന്താണ്, ഇതുവരെ ഇന്റർവ്യൂ നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്? അവർ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പോഴാണ് ഫഹദ് ഫാസിൽ റിവീൽ ചെയ്യുന്നത്. അവർ HR മാനേജർ ആയിരുന്നു ആര്, ഫഹദ് ഫാസിൽ. അദ്ദേഹം അവരുടെ കൂടെ നിന്ന് ഒരു കാൻഡിഡേറ്റ്സിനെ പോലെ അവരുടെ ബിഹേവിയർ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തു. അതിൽ നിന്ന് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ മാത്രമായിരുന്നു എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. ഓക്കെ. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂസിനെയാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്.
ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് അറ്റ് എ ടൈം നമുക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ സിനിമ കണ്ടിട്ടാണ് കേട്ടോ വായിക്കുന്നത്. ഓർമ്മയുണ്ടോ? ഫിലിമിന്റെ പേരറിയോ? ഒന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ആ ഫിലിമിന്റെ പേര് കിട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഫസ്റ്റ് ആദ്യം കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിലൊരു ഇന്റർവ്യൂന്റെ സീൻ വരുന്നില്ല. അപ്പൊ നമ്മൾ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ അത് ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണെന്നൊക്കെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്. നോക്കാം. Group interview is a special situation for interviewing a candidate where several candidates are called for an interview at the time. At time നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കോൾ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും ഗ്രൂപ്പ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, in case where there are large number of candidates for interview on the same day. Same day തന്നെ നമുക്ക് large number of candidatesനെ ഇന്റർവ്യൂ ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. ഫെസിലിറ്റേറ്റ് ദ ഇന്റർവ്യൂവർ with a capacity to evaluate large number of the candidates. നമുക്ക് large number of candidatesനെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യണം. It is also a time saving tool of the organization. ഇതൊരു ടൈം സേവിംഗ് ടൂൾ ആണ്, ഓർഗനൈസേഷൻ തന്നെ ഒരു ടൈം സേവിംഗ് ടൂൾ ആണ്. ഗ്രൂപ്പ് ഇന്റർവ്യൂ ഓൾസോ പ്രൊവൈഡ് an opportunity to evaluate the behavior of the candidates in the group. ആ ഗ്രൂപ്പിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് മനസ്സിലായോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കോ. ഓക്കെ, നെക്സ്റ്റ് ഇന്റർവ്യൂ ആണ് ഡെപ്ത് ഇന്റർവ്യൂ. എന്താണ്, നമ്മൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ജോബിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് എന്തോരം ഡെപ്ത് നോളജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഡെപ്ത് ഇന്റർവ്യൂ ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഇൻ വിച്ച് എ കാൻഡിഡേറ്റ് ഈസ് ഇവാലുവേറ്റഡ് മെയിൻലി ഇൻ ദ core area of knowledge and skill of the job. ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ആ കാൻഡിഡേറ്റ്സിന് ആ ഒരു നോളജ് അല്ലെങ്കിൽ സ്കില്ല് എന്തോരം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സ് ആർ ഇവാലുവേറ്റ് ബൈ ദ എക്സ്പേർട്സ് ഇൻ ദ റെസ്പെക്റ്റീവ് ഫീൽഡ്. ആ റെസ്പെക്റ്റീവ് ഫീൽഡിലുള്ള എക്സ്പേർട്സ് ആയിരിക്കും കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ബൈ പുട്ടിങ് അപ്പ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ in order to obtain significant response. അതേപോലെ തന്നെ ഒരുപാട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കും. ഫ്രം them while initiating the decision regarding some problematic area of the job. അപ്പോ നമ്മള് ഒരു ജോബിന്റെ പ്രോബ്ലമാറ്റിക് ഏരിയാസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അല്ലെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ആ കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചിട്ട് ആ കാൻഡിഡേറ്റ്സിന്റെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ആൻഡ് ബൈ ആസ്കിങ് ദം to describe even minutes activity of job performance. അതേപോലെ തന്നെ അവരോട് പറയും, നിങ്ങൾ നമ്മള് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കും. ആ ഒരു ജോബ് നിങ്ങൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ജോബ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ആ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യാനും അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാൻഡിഡേറ്റ്സ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ജോബ് ആൻഡ്
probing interview. Job and probing interview are the mainly designed for evaluating the candidates' knowledge with respect to the duty, function, job method, critical problems, way to resolve those problems. ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ കാൻഡിഡേറ്റ്സിന്റെ നോളജ് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് ആ ജോബിനോടുള്ള ഡ്യൂട്ടീസും ഫങ്ഷൻസും അദ്ദേഹത്തിന്റെ മെത്തേഡ് ഓഫ് ജോബ്, ഓരോ വ്യക്തികളും ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കും അല്ലെ. അപ്പൊ ആ മെത്തേഡ് ഓഫ് ജോബ് എങ്ങനെയാണ്, ക്രിട്ടിക്കൽ പ്രോബ്ലംസ് അദ്ദേഹം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജോബ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ രണ്ട് HR മാനേജേഴ്സിനെ എടുക്കുകയാണെങ്കിൽ, രണ്ട് മാനേജേഴ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു മാനേജർ ഭയങ്കര എഫേർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും. മറ്റൊരു മാനേജർ എടുക്കുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ എഫക്റ്റീവ്ലി സ്മാർട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയെക്കാളും കൂടുതൽ അവർ സെലക്ട് ചെയ്യുക സ്മാർട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിനെ. കാരണം അദ്ദേഹം സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ അത്യാവശ്യം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യും അല്ലെ. അത്യാവശ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യും. സോ ഇങ്ങനെ ഡിസിഷൻസ് എടുക്കുന്നതാണ് ജോബ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്രോബിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഡെപ്ത് ഇന്റർവ്യൂ, ജോബ് ഇന്റർവ്യൂ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ അല്ലെ. ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ ഈസ് അനദർ കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ടേക്കൺ ബൈ ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് അല്ലെങ്കിൽ HR മാനേജർ ആയിരിക്കും ഈ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ജനറലി ദിസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ കണ്ടക്ടഡ് ത്രൂ ഇൻഫോർമൽ ഡിസ്കഷൻ. ഈ ഒരു എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഇൻഫോർമൽ ഡിസ്കഷനിലൂടെ ആയിരിക്കാം. The HR manager is also supposed to take an interview of the candidates in order to make his decision with respect to the salary, allowance, benefits, promotion, etc. നമ്മൾ അദ്ദേഹം ഈ സെലക്ഷൻ ടെസ്റ്റ് ഇന്റർവ്യൂ ഫോർമൽ ഇന്റർവ്യൂ ഒക്കെ പാസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എടുക്കും. ആ സമയത്ത് HR മാനേജർ കാൻഡിഡേറ്റ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിന്റെ സാലറിനെ കുറിച്ചിട്ട്, അലവൻസിനെ കുറിച്ചിട്ട്, ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട്, പ്രൊമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഈ ജോബ് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര വർഷത്തിനുള്ള പ്രൊമോഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂല് ഇന്റർവ്യൂറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഇൻഫോർമൽ ഡിസ്കഷൻ ആണ്. The department head and the HR manager communicate their views. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും HR മാനേജേഴ്സും അവരുടെ വ്യൂസും കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Thereafter they mutually notify the head of the interview board about their decision. എന്നിട്ട് HR മാനേജറും ഡിപ്പാർട്ട്മെന്റ് ഹെഡും തമ്മിൽ ഇവർ എടുത്ത തീരുമാനത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടെ വ്യൂ പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഹെഡ് ഓഫ് ദ ബോർഡ് ഇന്റർവ്യൂ ബോർഡിന് എന്ത് കൊടുക്കും, ഡാറ്റാസ് സബ്മിറ്റ് ചെയ്യും. ചിലപ്പോൾ രണ്ട് പേഴ്സൺസിനെ ആയിരിക്കും ഇവർക്ക് ഇന്റർവ്യൂല് ഫുൾ പാസ് ചെയ്തവർക്ക് കൂടുതൽ സ്കോർ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. ഫൈനൽ ഡിസിഷൻ ആരായിരിക്കും എടുക്കുന്നത്, ഇന്റർവ്യൂ ബോർഡ് ആയിരിക്കും. ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡ് ആയിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. The head of the interview board take the final decision about the candidates. Candidatesനെ കുറിച്ചിട്ടുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്, ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡ് ആണ്. The candidate's performance and his respective rank in the interview. അപ്പൊ നമ്മള് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എന്തിന്റെ ബേസിലാണ്, കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസിന്റെ ബേസിൽ, അതേപോലെ റെസ്പെക്റ്റീവ് റാങ്ക് ഇന്റർവ്യൂവിൽ നമ്മൾ സ്കോർ ചെയ്തിരിക്കുന്ന റെസ്പെക്റ്റീവ് റാങ്കിന്റെയും കൂടി ബേസിലായിരിക്കും നമ്മൾ ഫൈനൽ ഡിസിഷൻ ടേക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് മറ്റൊരു കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ആണ്. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആൻഡ് HR മാനേജേഴ്സ് ആണ് മെയിൻലി ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻഫോർമൽ ഡിസ്കഷൻ ആണ്. കാൻഡിഡേറ്റ്സിനോട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാലറി, അലവൻസ്, ബെനിഫിറ്റ്സ്, പ്രൊമോഷനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡും HR മാനേജറും തമ്മിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ തീരുമാനത്തിലേക്ക് എത്തും. ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡ് ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താണ് സജഷനും അതേപോലെ ആ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസും ആ കാൻഡിഡേറ്റ്സ് ആ ഒരു ഇന്റർവ്യൂവിൽ സ്കോർ ചെയ്ത റാങ്കും കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ഫൈനൽ ഡിസിഷൻ എടുക്കും. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ വായിച്ച് ഓക്കെ. എല്ലാവർക്കും ഇന്റർവ്യൂ മനസ്സിലായോ? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് മനസ്സിലായോ? അപ്പോ നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. പ്രോസസ് ഉണ്ട്. ഇന്റർവ്യൂ പ്രോസസ് ആണ്. സ്റ്റെപ്സ് ഇൻ ഇന്റർവ്യൂ പ്രോസസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കുറച്ച് സ്റ്റെപ്സിലൂടെ മാത്രമാണ് ഇന്റർവ്യൂ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സെവറൽ സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവണം അല്ലെ? ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവണം. സെക്കൻഡ്, കണ്ടക്ടിങ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. ദെൻ ക്ലോസിംഗ് ഇന്റർവ്യൂ നമ്മൾ ആ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യണം. ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ട്, നമ്മൾ ഇന്റർവ്യൂ ചെയ്ത ഓരോ വ്യക്തിയുടെയും റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഇത്രയും പ്രോസസ്സിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് സെവറൽ സ്റ്റെപ്സ് ഫോളോഡ് ടു കണ്ടക്ട് ആൻ ഇന്റർവ്യൂ. നോക്കാം. ഇന്റർവ്യൂ പ്രോസസ് ആണ്. The several steps followed while conducting an interview are as follow. താഴെ പറയുന്നതാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. The preparation for the interview. First of all, first one is prepare ആവണം നമ്മൾ അല്ലെ? The preparation of the interview should be made while in advance. നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ആവണം. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുമ്പോൾ നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ആവണം. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി not only helps the converting the most important answer, but also help the interviewer to learn relevant facts that may be required during the interview. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്സെപ്റ്റ് മാത്രമല്ല, ഇന്റർവ്യൂവിന് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റണം. ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ആ ആപ്ലിക്കേഷൻ ഫോംസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നമ്മൾ പോകാൻ. അപ്പൊ അതിന് നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പയർ ആവണം. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സും പ്രിപ്പയർഡ് ആവണം. അതേപോലെ തന്നെ ആര്? നമ്മുടെ ഓർഗനൈസേഷനും പ്രിപ്പയർ ആവണം. നമ്മളുടെ ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. ദ പ്രിപ്പറേഷൻ ദാറ്റ് ആർ റിക്വയർഡ് ടു ബി ഡൺ ബൈ ആൻ ഓർഗനൈസേഷൻ ആർ ആസ് ഫോളോസ്. ഓർഗനൈസേഷൻ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ദ ടൈപ്പ് ഓഫ് ദ ഇന്റർവ്യൂ ടു ബി കണ്ടക്ടഡ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ നോക്കിയില്ലേ? അതിൽ ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ നമ്മൾ സെലക്ട് ചെയ്യണം? ഷുഡ് ബി സെലക്ടഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. ആ ജോബിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഏത് ടൈപ്പ് ഇന്റർവ്യൂ വേണം കണ്ടക്ട് ചെയ്യാൻ എന്ന് തീരുമാനിക്കണം. The main objective of interview process should be determine the understanding skills encompassed by the candidates as per the demand and nature of the job. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിൻ ചെയ്യണം അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഈ ജോബ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബ് ചെയ്യാനുള്ള
സ്കിൽസും കാര്യങ്ങളും ആ ഒരു വ്യക്തിക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. നമ്പർ ഓഫ് ഇന്റർവ്യൂവർ, എത്ര ഇന്റർവ്യൂവർ വേണം ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ, ഒന്നിൽ കൂടുതൽ ഇന്റർവ്യൂസ് വേണമോ എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. ദ നമ്പർ ഓഫ് ഇന്റർവ്യൂവർ while conducting an interview should be clearly specified. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ഇന്റർവ്യൂസ് വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ആണ് the data collected about the applicants through other selection process should be reassigned. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമും ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്ത് ആപ്ലിക്കൻസിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി റീഅസസ് ചെയ്യണം. ഇന്റർവ്യൂവർ ഒന്നും കൂടി, ഓർഗനൈസേഷൻ ഒന്നും കൂടി വെരിഫൈ ചെയ്യണം. Besides this, the scores obtained should be revalued and reliability of the method used must be checked. നമ്മുടെ അവര് ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ സെലക്ഷൻ ലിസ്റ്റിൽ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കുകൾ റീവാല്യൂ ചെയ്യണം. അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, റിയലബിൾ ആയിട്ടുള്ള മെത്തേഡ് ആണോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, സെലക്ഷൻ ടെസ്റ്റിൽ നിന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. All decision regarding the techniques to be used. നമ്മുടെ ഈ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളത് നോക്കി വെക്കണം. The areas to be covered, നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ആൻഡ് the questions to be asked, നമ്മൾ നമ്മളുടെ നോട്ട് പാഡിൽ എഴുതി വെക്കണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആ ഒരു കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാൻ പറ്റും. The timing to be set, ഏത് ടൈമിലായിരിക്കണം ഇന്റർവ്യൂ ഓപ്പൺ ചെയ്യുന്നത്, ടൈമിംഗ് നമ്മൾ സെറ്റ് ചെയ്യണം. Should be prepared well in advance. നമ്മൾ വിചാരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ കാൻഡിഡേറ്റ്സ് മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് എന്നല്ല, ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർഡ് ആവണം. As per the organizational planning, ഓർഗനൈസേഷണൽ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് the place where interview is to be conducted. എവിടെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത് should be set in such a way that interviewer and applicant both feel comfortable. ഈ ഇന്റർവ്യൂവർക്കും ആപ്ലിക്കന്റിനും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് പ്രദേശത്തേക്കൊക്കെ പോയി നമ്മൾ ഇന്റർവ്യൂ ഒരു പ്ലേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അറ്റ് എ ടൈം എത്തിച്ചേരാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് രണ്ടു പേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ ഇന്റർവ്യൂ എന്ത് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്യാൻ, ഇന്റർവ്യൂവിന്റെ പ്ലേസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് വായിച്ചത്, റീഡ് ചെയ്തത്. ഒന്ന് എല്ലാവരും റീഡ് ചെയ്ത് നോക്കി. പ്രിപ്പറേഷൻ ഓഫ് ഇന്റർവ്യൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം എങ്ങനെയാണെന്നുള്ളതാണ്. This step all through the most important one. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. മാക്സിമം നമ്പർ ഓഫ് മാനേജേഴ്സ് ആർ അൺവില്ലിംഗ് ടു ടേക്ക് on his job, and as they find this function the most complicated one in the entire interview process. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. കാരണം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി റോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോ നമ്മളുടെ ജോബിനെയും കൂടെ അത് അഫക്ട് ചെയ്യും. കാരണം കമ്പനിക്ക് ഭയങ്കര നഷ്ടവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്റർവ്യൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. There are certain tasks that are to be performed by the interviewer while carry out the interview. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്കുകൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവർ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. സം ഓഫ് ദം ആർ ആസ് ഫോളോസ്. താഴെ പറയുന്നതാണ് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ്, ഓപ്പണിംഗ് ഓഫ് ദ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് ദ ഇന്റർവ്യൂ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡന്റ്, നമ്മൾ ഇന്റർവ്യൂ നല്ല കംഫർട്ടബിൾ കോൺഫിഡന്റ് ആവാൻ വേണ്ടിയിട്ട് ദ ഇന്റർവ്യൂവർ ഓപ്പൺ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവർ ആണ് നല്ല ഗ്രേറ്റ് എന്തൂസിയാസത്തോടു കൂടി, എഫക്റ്റീവ് വോയിസോട് കൂടി, നല്ല പേഴ്സണാലിറ്റിയോട് കൂടി ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ ഫോമിലൂടെ അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്റർവ്യൂ ഹാളിലേക്ക് എൻ്റർ ആവുമ്പോൾ ഓക്കെ വെൽക്കം അല്ലെങ്കിൽ സിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരും കൂടി പറയണം. ഞാളുടെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ സാറിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ സാറാ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുമ്പോൾ സാറൊക്കെ ഒരു കോൺഫിഡൻസ് ആ. കാരണം എന്താണ്, മാമിന് എന്റെ പേര് അറിയാലോ എന്നൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ നല്ലൊരു കംഫർട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ വേണം ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ. In order to make the interview comfortable and confident, the interviewer opened the interview with the great enthusiasm, effective voice, and the personality. By this, he is capable of earning candidates' trust. അതിലൂടെ മാത്രമാണ് നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ ട്രസ്റ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾക്ക് അവർക്ക് ശരിക്കും കാൻഡിഡേറ്റ്സ് ഒരു ഇന്റർവ്യൂ ഹോളിലോട്ട് കയറുമ്പോൾ ശരിക്കും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തി നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നല്ല രീതിയിൽ അത് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യണം. ഇനിയാണ് get complete and accurate information. The interviewer must accumulate complete and extract information about the applicants regarding his qualification, experience, knowledge, behavior, outlook and skill using the planned interview. നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അദ്ദേഹത്തിന്റെ ജോബ് ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, നോളജ്, ബിഹേവിയർ, ഔട്ട്ലുക്ക്, സ്കിൽസും കാര്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ആണ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ. ഒരു വ്യക്തിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം അല്ലെ. റെക്കോർഡിംഗ് ഓഫ് ദ ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻ ടു ചെക്ക് whether the applicant is suitable according to the requirement or not. നമ്മളുടെ ജോബിന് റിക്വയർഡ് ആയിട്ടുള്ള വ്യക്തിയാണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആണോ അല്ലയെന്ന് നമ്മളെ വിധിവെക്കും. The interviewer needed to record the feedback and impression about the candidates that came into his mind during the interview process. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻ, ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. അത് നമ്മൾ ഇന്റർവ്യൂവർ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളായിരിക്കും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോ കണ്ടക്ടിങ് ആൻഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത്. ഒരുപാട് മാനേജേഴ്സ് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, കണ്ടക്ടിങ് ഇന്റർവ്യൂ. കാരണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് റോങ് ആണെങ്കിൽ അത് നമ്മുടെ കമ്പനീനെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും. സോ ഈ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബെസ്റ്റ് ഓപ്പണിംഗ് വേണം ഇന്റർവ്യൂവിന്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ കിട്ടണം. അതേപോലെ നമ്മൾ ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒബ്സർവേഷനും ഇംപ്രഷനും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒന്ന് വായിച്ചു നോക്കിയേ.
നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ക്ലോസിംഗ് ദ ഇന്റർവ്യൂ. നാച്ചുറലി ഇന്റർവ്യൂ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലോസിംഗ് ഓഫ് ഇന്റർവ്യൂ. അപ്പോൾ നാച്ചുറലി കൺക്ലൂഡിംഗ് ദ ഇന്റർവ്യൂ ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് സ്റ്റാർട്ടിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലോസിംഗ് ഓഫ് ആൻ ഇന്റർവ്യൂ. ദ ക്ലോസിംഗ് ഓഫ് ആൻ ഇന്റർവ്യൂ പ്രോസസ് ഷുഡ് ബി ഫ്രണ്ട്ലി ആൻഡ് മസ്റ്റ് ബി ഫിനിഷ്ഡ് ഇൻ എ സർട്ടൻ ടൈം ലിമിറ്റ്. അപ്പോൾ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി പ്രോസസ്സിലായിരിക്കണം നമ്മളത് ക്ലോസ് ചെയ്യാൻ. അതേപോലെ നെഗറ്റീവ് വൈബ്സ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ ബാഡ് ആയിട്ടൊന്നും നമ്മൾ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ദ ക്ലോസിംഗ് ഓഫ് ആൻ ഇന്റർവ്യൂ പ്രോസസ് ഷുഡ് ബി ഫ്രണ്ട്ലി ആൻഡ് മസ്റ്റ് ബി ഫിനിഷ്ഡ് ഇൻ എ സർട്ടൻ ടൈം ലിമിറ്റ് without giving any negative vibes to the applicant. നെഗറ്റീവ് വൈബ്സ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനൊരു പോയിന്റ് കൂടി ഉണ്ട്. ചിലപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാറ്. ഇത്രയും കാര്യങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇന്റർവ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം മുതൽ ഒന്നും കൂടി പറഞ്ഞിട്ട് ഇന്റർവ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you, ma'am.